ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ, ശുശ്രൂഷ സമയത്ത് വലിയ അഭിഷേകം ഞങ്ങൾക്ക് വേണം. ആഗ്രഹിച്ച് നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? നന്നായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായ ശുശ്രൂഷ സമയത്ത് നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. സ്തുതിക്കട്ടെ. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സ്തുതിച്ച ദൈവകരങ്ങൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യം ഞങ്ങൾ നിറയണമേ. ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കയ്യെ കട്ടിച്ച് ചേർന്ന് നമുക്ക് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്നായിട്ട് കൈയടിച്ചേ. ഓ കർത്താവേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും കർത്താവിൻ്റെ വലിയ കൃപ വെളിപ്പെടട്ടെ. ആഗ്രഹിച്ചു കൈയടിക്കും. അഭിഷേകം ദാസരിലേ ഗണമേ. അഭിഷേകം 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 ദാസരിലേ ഗണമേ. ശക്തിയൻ അഭിഷേകം അഗ്നിയൻ അഭിഷേകം വിശുദ്ധിയൻ അഭിഷേകം ദാസരിലേ ഗണമേ. അഭിഷേകം 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 ദാസരിലേ ഗണമേ. ചേർന്ന് പാടാം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊന്ന് കൈയടിച്ചേ. നന്നായിട്ട് കൈയടിച്ചേ. പോരാ, ശക്തിയോടെ. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ, അത്ഭുതകരമായിട്ട് ഇടപെടണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനം, ഇത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മർദ്ദം, സ്ട്രഗിളാണെന്ന് തിരിച്ചറിയണം. അതായത് നമുക്കൊക്കെ ഒത്തിരി ബലഹീനതകളുണ്ട്, ഒത്തിരി കുറവുകളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? അതേ ഉള്ളൂ അല്ലേ? നമുക്കെല്ലാവർക്കും ഒത്തിരി കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ബലഹീനതകളും കുറവുകളും സമ്മാനിക്കുന്നത് നിരാശയും ദുഃഖവുമാണ്. ഭയങ്കര മടുപ്പ് അനുഭവിക്കും. മടുപ്പ് എന്നതാണ്? മടുപ്പ്. മടുപ്പ്, ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരൻ കണ്ണുനീരോട് എന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ, ഇതൊക്കെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു. ഇതൊക്കെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു. ഓ, ഇതെന്തൊരവസ്ഥയാ. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളെ കണ്ടിട്ട് ഇദ്ദേഹം പറയാണ്, എന്തൊരവസ്ഥയാ, എങ്ങോട്ടെങ്കിലും ഒന്ന് ഒളിച്ചോടി പോയാൽ മതിയായിരുന്നു. ഇതെന്തൊരവസ്ഥയാണ്. ഭയങ്കര മടുപ്പ്. ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ചിലർക്ക്, അതായത് ഈ ശുശ്രൂഷയിൽ വന്നിരിക്കുന്ന ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര മടുപ്പ്, ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. ചില സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിലോട്ട് വരുന്നു, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഒളിച്ചോടി പോയാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ലേ? ഇവിടെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയാൽ മതിയായിരുന്നു, ഈ നാശത്തിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. സങ്കീർത്തകനായ ദാവീദ് ഇതുപോലെ ഒരു ദിവസം പ്രാർത്ഥിച്ചു.
ബൈബിളും തുറന്നേ, ഒരു കുഞ്ഞു വചനം ശ്രദ്ധിക്കാം. സങ്കീർത്തനം 55. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 55 അതിൻ്റെ 4-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 55, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 55, അതിൻ്റെ 4-ാം തിരുവചനം, ചാപ്റ്റർ 55 വേഴ്സ് 4. എന്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു, എന്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു, മരണഭീതി എന്റെ മേൽ നിബദിച്ചിരിക്കുന്നു. കണ്ടോ, ദാവീദ് പറയുവാണ്, എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്, മരണഭയം പോലും എന്നെ പിടികൂടിയിരിക്കുന്നു. അടുത്ത കേട്ടെ. ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു. പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? നമ്മുടെ കാര്യം ഇത്. വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് എഴുതി വച്ചിരിക്കുന്ന കാര്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നൊരു കാര്യമാണെന്ന്. പുറമേ കാണുന്ന പോലെയല്ല മനുഷ്യൻ്റെ അവസ്ഥ. ഉള്ളിലെ അനുഭവിക്കുന്ന അനുഭവം അത് പുറത്തൊരു മനുഷ്യന് മനസ്സിലാവുന്നില്ല. ദാവീദ് പറയുവാണ്, പരിഭ്രാന്തി എൻ്റെ ഉള്ളിൽ എന്നെ പീഡിപ്പിക്കുന്നു. അടുത്ത വചനം കേട്ടോ. ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഒളിച്ചോടി പോകാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടിട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ മനുഷ്യരുടെ മുഖത്ത് നോക്കാതെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ വലിയ സാമ്പത്തിക തകർച്ചയുടെ മുമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോയിരുന്നെങ്കിൽ ആഗ്രഹിക്കുകയാണ്. ദാവീദ് പറയുകയാണ്. അടുത്ത വചനം കൂടെ ശ്രദ്ധിച്ചേ. ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു, വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു. ഇതെല്ലാം ഈ ദാവീദ് പറയാൻ കാരണം എന്താണെന്നറിയോ? ദാവീദിന്റെ ഉള്ളില് ചില കുറവുകളും ചില പോരായ്മകളും വന്ന് ഇയാളെ വല്ലാണ്ട് ഭാരപ്പെടുത്തുകയാണ്. ഇത് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമ്മുടെ ഉള്ളിൽ അനേക തരത്തിലുള്ള കുറവുകളും ഭാരങ്ങളും ബലഹീനതകളും നമ്മളെ വല്ലാണ്ട് ഞെരുക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നമ്മൾ വിഷമിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്ന കാര്യം, നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഏത് വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും, എത്ര വലിയ മടുപ്പിന്റെ മുമ്പിലാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണെങ്കിലും, നിനക്ക് ഈ ഭൂമിയിൽ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം നിനക്ക് ബലവും കൃപയും നൽകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ. ഈ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഓൺലൈൻ ശുശ്രൂഷയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കേണ്ടത്, നിന്റെ ജീവിതത്തിൽ ഈ അവസ്ഥ മാറ്റിമറിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. നിന്റെ മടുപ്പ് മാറ്റുന്ന, നിന്റെ നിരാശ മാറ്റുന്ന, നിന്റെ കണക്കൂട്ടലുകൾ തെറ്റിയെന്ന് നീ ചിന്തിക്കുമ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന, നിന്നെ കരം പിടിച്ചു നടത്തുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ, നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെ അനേക കുറവുകളുടെ മധ്യത്തിൽ, ബലഹീനതകളുടെ മധ്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് കരഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചതിനെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ അല്പസമയം നമ്മൾ പഠിക്കാൻ പോവാണ്. അത് മറ്റാരുമല്ല, കത്തോലിക്ക സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പയാണ്. ആരാ ആദ്യത്തെ മാർപ്പാപ്പ? പറഞ്ഞേ, പത്രോസ്. ഈ പത്രോസിനെ കുറിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാവുന്ന കാര്യം, ഇയാൾ ജനിച്ചപ്പോഴേ മാർപ്പാപ്പയാകാൻ വേണ്ടി ജനിച്ച ആളാണോ? ജനിച്ചപ്പോഴേ ഇത്രമേൽ വിശുദ്ധിയോടുകൂടെ ജീവിച്ച ആളാണോ? ജനിച്ചപ്പോഴേ ഇത്രത്തോളം ധൈര്യത്തോടുകൂടെ, അതായത് ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും ശക്തമായി വചനം പറയാൻ തക്കവണ്ണം ആർജവത്തോടുകൂടെ ജീവിച്ച ഒരാളാണോ? അല്ല, അല്ല. ഏറെ കുറവുകളുള്ള ജീവിതത്തിൽ പലതവണ പരാജയപ്പെട്ടു പോയ, നമ്മുടെയൊക്കെ സ്വഭാവത്തോട് അങ്ങേയറ്റം ചേർന്നിരിക്കുന്ന
ഒരു വ്യക്തിത്വമാണ് പത്രോസ്. ഈ പത്രോസിൻ്റെ ജീവിതത്തെ അല്പസമയം നിങ്ങൾ ഇത് പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പത്രോസിൻ്റെ ചില സ്വഭാവ വിശേഷതകളെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ശരിയാണല്ലോ, എൻ്റെ ഉള്ളിലും ഒരു പത്രോസ് ഉണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ഈ പത്രോസിൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ അതിശക്തമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാൻ 1, 2, 3 ചില വചനഭാഗങ്ങൾ പറയുന്നു. ഒന്നാമത്തെ വചനഭാഗം നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 54 മുതലുള്ള വചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 22. ലൂക്കാസ് വിശേഷം 22-ാം അധ്യായം വായിക്കുമ്പോൾ ഇത് പത്രോസിനെ കുറിച്ച് നമുക്ക് പരിചിതമാണ്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളൊന്ന് വായിക്കുകയാണ്. പത്രോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അതിൻ്റെ 22-ാം അധ്യായം 54-ാം തിരുവചനം. അതിൻ്റെ ഒരു ഹെഡിങ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? പത്രോസ് തള്ളിപ്പറയുന്നു എന്നാണ്. വചനം വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഞാനത് വായിക്കാം, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ബൈബിൾ ഉള്ളവർ എൻ്റെ കൂടെ വായിക്കണേ. അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. ആരെ? യേശുവിനെ. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോടുകൂടി ഇരുന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നില്ലേ? പരിചാരിക എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കാരി, ആ വീട്ടിൽ അവിടെ സഹായിക്കുന്ന ഒരു പെണ്ണ്. ആ പെണ്ണ് ഇവനോട് ചോദിച്ച ചോദ്യം എന്താണ്? ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവന് ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെ ഉണ്ടായിരുന്നു, ഇവനും ഗലീലിക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂകി. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ വചനഭാഗമൊക്കെ നമുക്കറിയാം, ഇത് ആദ്യമായിട്ട് വായിക്കുന്നൊന്നുമല്ല. പക്ഷെ നമ്മൾ ഈ പത്രോസിൻ്റെ സ്വഭാവത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഇത്രമേൽ യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയ പത്രോസ് ഇതാ എന്തു ചെയ്യുന്നു? വളരെ ലാഘവ ബുദ്ധിയോടുകൂടെ ഈ പത്രോസ് പറയുകയാണ്, എനിക്ക് ഈശോയെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ യേശുവിനെ തള്ളിപ്പറയുന്ന പത്രോസ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ ഇതുപോലെ തള്ളിപ്പറയാറുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. പലപ്പോഴും നമ്മൾ യേശുവിനെ തള്ളിപ്പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കാര്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വളരെ സൗകര്യപൂർവ്വം നമ്മൾ യേശുവിനെ തള്ളി മാറ്റി നിർത്തും. നമ്മുടെ കാര്യം നടത്തിപ്പിന് വേണ്ടി യേശുവിനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ സുഖം, നമ്മുടെ കാര്യം, നമ്മുടെ ജീവിതം, നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ മാത്രം. ഇത് പത്രോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ പത്രോസിന്റെ സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്ന് നമ്മൾ കണ്ടത് പത്രോസ് തള്ളിപ്പറയുന്ന പത്രോസ്. മറ്റൊരു സ്വഭാവ രീതിയെ നമ്മളൊന്ന് പഠിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 18, 18-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. ഈ വചനഭാഗങ്ങളെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ എങ്കിലും നമ്മുടെ സ്വഭാവത്തോട് പത്രോസിൻ്റെ സ്വഭാവത്തിന് ചില ബന്ധങ്ങളുണ്ടെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. 18-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം വായിക്കാം. ശിമയോൻ പത്രോസ് വാൾ ഊരി പ്രധാന പുരോഹിതന്റെ ഭൃത്യനെ വെട്ടി അവന്റെ വലത് ചെവി ഛേദിച്ചു കളഞ്ഞു. ആ വൃത്തിന്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. അടുത്ത വചനം. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? ഇതാണ് നമ്മുടെ മുമ്പിൽ പത്രോസിന്റെ മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യവിചാരമില്ലാതെ എടുത്തു ചാടുന്ന ഒരു സ്വഭാവം.
നമ്മുടെ ഉള്ളിലും ആ സ്വഭാവ രീതിയുണ്ട്. എടുത്തുചാട്ടം. എന്താണ് എടുത്തുചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യഗൗരവമില്ലാതെ എടുത്തുചാടി അബദ്ധമുണ്ടാക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ടല്ലോ. അതായത് പലപ്പോഴും ഈ എടുത്തുചാട്ടം ചെന്ന് അവസാനിക്കുന്നത് വലിയ അബദ്ധങ്ങളിലാണ്. തീരാത്ത സങ്കടങ്ങളിലേക്കാണ് ഈ എടുത്തുചാട്ടം ചെന്ന് അവസാനിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ ഇതുപോലെ എടുത്തുചാടി പ്രവർത്തിച്ചതുകൊണ്ട്, പറഞ്ഞതുകൊണ്ട്, ചില കാര്യങ്ങളിൽ ഇടപെട്ടത് കൊണ്ടുണ്ടായ അനുഭവങ്ങൾ ചിന്തിച്ചു നോക്കണം. എടുത്തുചാട്ടം, വരും വരായികൾ ചിന്തിക്കാതെ നമ്മൾ അങ്ങോട്ട് എടുത്തുചാടി. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ സൈഡിൽ നിന്ന് വന്നൊരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ സങ്കടം പറഞ്ഞത്, അദ്ദേഹം വിദേശത്തൊരു രാജ്യത്ത് ജോലി ചെയ്ത് അദ്ദേഹം കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കി, ഇനി നാട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് കരുതി. അങ്ങനെ നാട്ടിൽ വന്നപ്പോഴാണ് ഒരു കൂട്ടുകാരൻ ഒരു ബിസിനസ് പ്ലാൻ പറഞ്ഞു. ഇത്ര രൂപ നീ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നീ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, നീ വീട്ടിലിരുന്നാൽ മതി, ആ പണം എന്നെ ഏൽപ്പിച്ചാൽ മതി, അത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. 4 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ഇത് കേട്ടപ്പോഴത്തേക്ക് ആദ്യം അല്പം ആശങ്കയുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒന്നും ചിന്തിച്ചില്ലെന്ന് ഇയാൾ പറഞ്ഞേ. ഒന്നും ചിന്തിച്ചില്ല, വെറുതെ വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ, 4 ഇരട്ടി കിട്ടുമല്ലോ, പിന്നെ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടണേ? ഒരൊറ്റ ചാട്ടമായിരുന്നു ആ ബിസിനസ്സിലേക്ക്. ഇദ്ദേഹം സങ്കടത്തോടെ പറയണ, അച്ഛാ, കഴിഞ്ഞ 3-4 വർഷമായി ഞാൻ ആ പൈസ എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഫോൺ പോലും എടുക്കാറില്ല. ഇയാളുടെ ജീവിതത്തിൽ ഒരായുസ് മുഴുവൻ അധ്വാനിച്ച് കിട്ടിയ പണം മുഴുവൻ കൊണ്ടുപോയി ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഇദ്ദേഹം പറഞ്ഞത്, അച്ഛാ, ഞാൻ അത് വരും വരായികൾ ചിന്തിക്കാതെ എടുത്തു ചാടിയതായിരുന്നു. എൻ്റെ എടുത്തുചാട്ടമായിരുന്നു, എടുത്തുചാട്ടം. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഏതെങ്കിലും എടുത്തുചാട്ടത്തിൽ പത്രോസിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കാതെ എടുത്തുചാട്ടം, എൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്നൊരു സ്വഭാവ രീതിയും, അതോടൊപ്പം തന്നെ വരും വരായികളെക്കുറിച്ച് ഒരു തരി പോലും ആശങ്കയില്ലാതെ പെരുമാറുന്നൊരു സ്വഭാവ രീതി, ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കുമെന്ന് പത്രോസ് ലീഹ തൻ്റെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത്, ആത്മീയമായി വളരെ വീക്കായിരുന്നു ഈ പത്രോസും സംഘവും. പ്രത്യേകിച്ച് പത്രോസിൻ്റെ സ്വഭാവത്തിൽ തന്നെ സ്പിരിച്വലി വളരെ വീക്കായിരുന്നു. എപ്പോഴും ഭാരപ്പെട്ടിരുന്ന ഒരവസ്ഥ. ഇത് മനസ്സിലാക്കാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നൊരു വചനഭാഗം, അത് ലൂക്കാസ് വിശേഷം തന്നെ അതിൻ്റെ 22-ാം അധ്യായം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 22, 22-ാം അധ്യായം അതിൻ്റെ 45-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനഭാഗം. അതായത് ഗെത്സെമിൻ തോട്ടത്തിൽ യേശു ക്രിസ്തു രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നതാണ് രംഗം. ആ വചനഭാഗത്തിൽ പത്രോസിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 45-ാം തിരുവചനം വായിച്ചാലോ? അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അടുത്ത വചനം കൂടെ വായിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആ രാത്രി പത്രോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. ഈശോ പത്രോസിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എടാ, ഈ രാത്രിയിൽ കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞാൽ, ആ രാത്രിയിൽ അല്പം ജാഗ്രതയോടെ ഇരുന്നിരുന്നെങ്കിൽ പത്രോസ് തള്ളിപ്പറയുമായിരുന്നോ? ആ രാത്രിയിൽ യേശുവിനോടൊപ്പം ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുമായിരുന്നോ? ഈ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, പത്രോസ് സ്പിരിച്വലി വളരെ വീക്കായിരുന്നു. പത്രോസ് മാത്രമല്ല, കൂടെയുള്ള ശിഷ്യരെല്ലാം. എന്നാൽ ഇപ്പോൾ നമ്മൾ പത്രോസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പം 3-4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം, പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞു. മറ്റൊന്ന്, പത്രോസ് വാളൂരി ഇതാ ഒരു ഭടന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് എടുത്തുചാട്ടക്കാരൻ, അമിതമായ ദേഷ്യ സ്വഭാവമുള്ളവൻ, ഇപ്പോൾ ഇതെല്ലാം ചെയ്യാന്ന് പറയും, ഇതൊന്നും ചെയ്യാത്തവൻ
എന്നാൽ വീണ്ടും നമ്മൾ തിരിച്ചറിയുന്നു പത്രോസ് സ്പിരിച്വലി വളരെ വീക്കായിട്ടുള്ളവൻ, ആത്മീയ മേഖലകളിൽ വീക്കായിട്ടുള്ളവൻ. ഇങ്ങനെയുള്ള പത്രോസ് പിന്നീട് എപ്പോഴാണ് പത്രോസിന് മാറ്റമുണ്ടായത്? ഇതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം. ഇയാൾ ചിന്തിക്കുകയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞൊരാളാണ്, ഞാൻ എടുത്തുചാട്ടക്കാരനാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു മര്യാദയ്ക്ക് ഈശോയുടെ കൂട്ടത്തിൽ ഒരു രാത്രി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റിയില്ലല്ലോ, ഞാൻ ഇത്രയും കുറവുകളുള്ള ആളാണ് എന്ന് ചിന്തിച്ച് ഈ വ്യക്തി ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടുകയായിരുന്നോ, അതോ ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഒരു മാറ്റത്തിന് തയ്യാറെടുത്തോ? പത്രോസിൻ്റെ ഉള്ളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, അതോ ഈ ജീവിതത്തിന് ഒരു മാറ്റം വേണമോ? ഈ ചോദ്യം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ആ, എന്തൊരു ജീവിതം! ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? പോരെന്ന്. പത്രോസിന്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം കുറിച്ചത് പന്തക്കുസ്ത അനുഭവമാണ്. പത്രോസും കൂട്ടാളികളും 10 ദിവസം ശാന്തമായിട്ടിരുന്ന് പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പത്രോസിന്റെ സ്വഭാവം അടിമുടി മാറ്റിമറിക്കപ്പെട്ടതുപോലെ, എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സ്വഭാവ രീതികൾ, നീ മടുത്തിരിക്കുന്ന അവസ്ഥ, നിന്റെ എടുത്തുചാട്ടം, നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാ കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള പ്രവണത, ഇത്രമേൽ ഭാരപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന്. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഇതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? നിന്റെ സ്വഭാവത്തിൽ, നിന്റെ വ്യക്തിത്വത്തിൽ, നിന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചേ, ഇപ്പം ഈ ശുശ്രൂഷ എല്ലാവരും ഒന്നും പങ്കെടുക്കുന്നില്ലല്ലോ. നിങ്ങൾ കുറച്ചു പേര് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്നു, ഓൺലൈനിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിന്നിലൂടെയാണ് നിന്റെ വീട്ടിൽ, നിന്നിലൂടെയാണ് നിന്റെ ദേശത്ത് കർത്താവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്നിലൂടെയാണ് പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞു കൊടുത്തേ, നിന്നിലൂടെയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നിന്നിലൂടെയാണ്, നിന്നെയാണ് അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്നെയാണ് തിരഞ്ഞെടുത്തത്. ഇപ്പൊ ചിലർ ചിന്തിക്കുക, എന്നെയോ പാവം പിടിച്ച ഞാൻ, അതേന്ന്. അയ്യോ, എന്നെയോ ഇത്രയും പാപിയായ ഞാൻ, അതേന്ന്. എന്നെയോ ഇത്രയും കുറവുകളുള്ള, ബലഹീനതകളുള്ള, അയ്യോ ഒരു തരത്തിലുള്ള ഒരു ആത്മീയ ബലവുമില്ലാത്ത നിന്നെയാണെന്ന്. കുറവുകളുള്ള വ്യക്തികളിലൂടെയാണ് കർത്താവ് എന്നും പ്രവർത്തിക്കുന്നത്. കർത്താവിന് എപ്പോഴും വേണ്ടത് എല്ലാം തികഞ്ഞ വലിയ കഴിവുകളുള്ളവരെ അല്ല. നിങ്ങളത് ശ്രദ്ധിക്കണം. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ വലിയ ഡോക്ടറേറ്റ് ഉള്ളവരെയാണോ തിരഞ്ഞെടുത്തത്? ആണോ? അല്ലെന്ന്. ഈശോ തിരഞ്ഞെടുത്തപ്പോൾ വലിയ പ്രമാണികളായിട്ടുള്ളവരുടെ കുടുംബത്തിൽ നിന്നാണോ തിരഞ്ഞെടുത്തത്? അല്ല. ഈശോ തിരഞ്ഞെടുത്തത് സമൂഹത്തിൽ നിലയും വിലയും പേരുമുള്ളവരെയാണോ? അല്ല. താഴേക്കിടയിലുള്ളവരെ, ഒരു നിലവാരവുമില്ലാത്തവരെ, വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പാവപ്പെട്ടവരെയാണ് ഈശോ തിരഞ്ഞെടുത്തത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്ന കാര്യം, നിന്നിലൂടെ ചില കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പിച്ചെന്ന് മാത്രമല്ല, നിന്റെ സ്വഭാവ രീതികളിൽ പരിശുദ്ധാത്മാവ് പത്രോസിൽ ഇടപെട്ടതുപോലെ നിന്നിലും ഇടപെടും. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പോരാ, കരങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് നിവർത്തണം. എന്നിട്ടൊന്ന് കണ്ണടച്ചേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ ഈ കരങ്ങളിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്.
എൻ്റെ കർത്താവേ, ഇതാണ് എൻ്റെ സ്വഭാവം. എൻ്റെ കർത്താവേ, ഇതാണ് എൻ്റെ രീതി, ഇതാണ് എൻ്റെ മടുപ്പ്, ഇതാണ് എൻ്റെ അവസ്ഥ. നിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അത് ഈശോയോട് പറയുക, അത് ഈശോയോട് പറയുക. നിന്റെ ഉള്ളിൽ ഇന്നോളം ആരോടും പറയാൻ പോലും പറ്റാതെ നീ വിഷമം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഈശോയോട് പറയുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്നെ അറിയുന്ന ഈശോ, നിന്റെ ബലഹീനതകളിൽ നിന്നെ അറിയുന്ന ഈശോ ഇതാ നിന്റെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നുവെന്ന് വിശ്വസിക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച് എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, യേശുവേന്ന് വിളിച്ചേ, യേശുവേന്ന് വിളിച്ചേ, യേശുവേന്ന് വിളിച്ചേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളില് അങ്ങ് പ്രവർത്തിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ എല്ലാ ജീവിത അനുഭവങ്ങളും അനുഗ്രഹമാക്കി മാറ്റുന്നതിന് കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. Ruhaye